ഹലോ മുത്തിട്ടേ. കൊറച്ചേരല്ലേ ഇടുള്ളൂ. കഴിഞ്ഞു കൊറച്ചേരേ ഉള്ളു മോളെ. അപ്പോൾ മോൾക്ക് ഇവിടെ ശനിയാഴ്ച 1-ാം തീയതി ആയിരുന്നു കേട്ടോ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് തുടങ്ങിയിട്ടില്ല, മോന് 5-ാം തീയതി തൊട്ടിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ദിവസം പോയപ്പോൾ ആൾക്ക് ഇത്തിരി സങ്കടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 12:15 വരെ കേട്ടോ ഫസ്റ്റ് ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു. ഇന്ന് പോയിട്ട് അത്ര നേരം ഇരുന്നൂല്ലോ, ആ ഒരു സങ്കടത്തിലായിരുന്നു. ഇനി കണ്ടിന്യൂസ് പോകേണ്ടിയും വരുമല്ലോ. എന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ലേസർ പ്രിൻ്റ് എടുക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. കാരണം നെയിം സ്ലിപ്പ് ഇപ്രാവശ്യം ഏട്ടൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവരവരുടെ ഫോട്ടോസ് തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ ഡിസൈനറാണല്ലോ, അപ്പോൾ ഏട്ടൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതപ്പോൾ നമ്മൾ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുക്കണ റേറ്റ് കൂടുതലാണ്, നമ്മൾ ഈ നെയിം സ്ലിപ്പ് വാങ്ങണേക്കാട്ടും റേറ്റ് കൂടുതലാണ്. പക്ഷേ അവരുടെ ഫോട്ടോ തന്നെ ആകുമ്പോൾ അത് ഭയങ്കര രസമല്ലേ. ഇപ്പോൾ മോളുടെ ബുക്കിൽ മോളുടെ ഫോട്ടോസ് തന്നെ വരുമ്പോൾ അത് ഭയങ്കര രസമല്ലേ. അപ്പോൾ അങ്ങനെയാട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ പ്രിൻ്റ് ക്വാളിറ്റി നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പ്രിൻറ്റിന് ചാർജ് വന്നേക്കണം 40 രൂപ ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല പ്രിൻ്റാണ്. പിന്നെ പ്രിൻറ്റിൻ്റെ മേലെ നമുക്ക് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ മറ്റേ നെയിം, സ്കൂളിൻ്റെ പേര്, അതേപോലെ ഡിവിഷനും ക്ലാസ്സൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ സബ്ജക്റ്റൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രിൻറ്റിന് 40 രൂപ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആ ഷീറ്റിൻ്റെ ബാക്കി വന്ന ഗ്യാപ്പിലായിട്ട് നെയിം, ഡിവിഷൻ, അതേപോലെ ക്ലാസ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വാട്ടർ ബോട്ടിൽ, പിന്നെ ലഞ്ച് ബോക്സ്, ബാഗിൽ അതിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ ഏട്ടനെ സമീപിക്കുക ഇങ്ങനത്തെ നെയിം സ്ലിപ്സ്. അത് കഴിഞ്ഞിട്ട് ഒരു സലൂണിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ്റെയും മോൻ്റെയും മുടി വെട്ടാൻ ഞാൻ കുറേ ദിവസമായിട്ട് അവരെ ബാക്കിൽ നടക്കണം. മുടിയൊക്കെ കാട് പോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. മോളും കയറി പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ മുടി കിട്ടണം കാണാമെന്ന് പറഞ്ഞിട്ട്. രണ്ടുപേർക്കും അത്യാവശ്യം മുടി വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ മുടിയും വെട്ടി ഏട്ടൻ്റെ മുടിയും വെട്ടി. അപ്പോൾ ഇത് അടുത്ത ദിവസം സൺഡേ നമുക്ക് സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് പള്ളിയിൽ പോവുകയാണ്. എല്ലാവർക്കും ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നാൾ വെക്കേഷൻ ആയി കാരണം കൊണ്ട് സുഖമായിരുന്നില്ല, ലേറ്റായിട്ട് എണീറ്റാലൊക്കെ മതിയായിരുന്നില്ല. അപ്പോൾ 2 ദിവസമായിട്ട് നേരത്തെ എണീറ്റിട്ട് എല്ലാവർക്കും ഒരു ക്ഷീണമുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഉറങ്ങാനും പറ്റണില്ല കേട്ടോ. School. Sunday school. Sunday school. Benedicto.
കേക്കണോ? അതെന്താ പാട്ട് മറന്നുപോയാ? നെറ്റൊക്കെ ഊരിച്ച ഇപ്പൊ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് നിങ്ങളവിടെ വെച്ചിട്ട് മറന്ന ഒറ്റെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലല്ലേ? ചൂന്നിട്ട് നിർത്തി. കോമഡി. അടുത്ത കൊല്ലത്തെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ചോക്കോപ്പായി വീണ്ടും ചോക്കോപ്പായി. പിന്നെ മിഠായി കിട്ടിയ നിങ്ങക്ക്? വേണ്ട, ഈ മിഠായിയൊക്കെ തന്നത് എന്തിനാന്നറിയോ? ചോട്ട് സൺഡേ സ്കൂള് വരെ. അപ്പോൾ സൺഡേ സ്കൂളിൽ ഇവരുടെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരുടെ പേര് വിളിച്ചപ്പോൾ ഇവർ കുഞ്ഞിതല്ലേ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ പേര് വിളിച്ചപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയിട്ടാണ് പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു. ഡേമോനെ ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അവന് പേടിയാവുമെന്ന് വെച്ചിട്ട് മോനെയും കൂടി ഒരുമിച്ച് നിർത്തിയിട്ടാണ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വരികളൊക്കെ പാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവർ മറന്നുപോയി, പേടിച്ചു പോയി. അപ്പോൾ അത് കാരണം പിന്നെ അവർ മറന്നുപോയി. അപ്പോൾ മോൾ എന്ത് ചെയ്തു, ട്യൂണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ച് ട്യൂണൊക്കെ ഇട്ടു. എന്നിട്ട് വരികളെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, കാരണം ചെറിയൊരു മടി ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞു കുഞ്ഞു റീസൺസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ ഒന്നും ആവില്ല, ഇനി കണ്ടിന്യൂസ് നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതേക്കും ടാറ്റ ബൈ.